ഇടമായ കുടജാദ്രിയിലേക്ക് എത്തുമെന്നാണ് അറിഞ്ഞത്. ഞാൻ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റും. കുറച്ച് കോൺഫിഡൻസും കറേജും, അതോടെ നമ്മളെ നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്കത് സ്വായത്തമാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാമല്ലോ, അതുകൂടെ വളരെയധികം എനിക്ക് കിട്ടിയ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ദേവീ ദർശനം കഴിഞ്ഞ് പുറപ്പെട്ട ഈ യാത്ര വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഈ വീഡിയോയിൽ കാണുന്നത് മുഴുവൻ ഞാൻ സഞ്ചരിച്ച 9 കിലോമീറ്റർ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും ആ വഴി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാവരും മൂകാംബിക ദേവിയെ ദർശിക്കുക. അതോടൊപ്പം തന്നെ ഈ അഡ്വഞ്ചറസ് ജേണിയിൽ നിങ്ങൾ ഒന്ന് ഭാഗമായി അതിനെ അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ഈ യാത്ര തുടങ്ങുമ്പോൾ എനിക്കുണ്ടായ ഒരറിവും, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകളും, കുടജാദ്രി മലയുടെ ഐതിഹ്യവും, മൂകാംബിക ദേവി അമ്മയും കുടജാദ്രി മലയും തമ്മിലുള്ള ബന്ധവും, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ധ്യാനം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നിലുള്ള ചെറിയ അറിവ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. കുടജാദ്രിയിലുള്ള സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ 1343 കിലോമീറ്റർ ഉയരത്തിലാണ്. ദേവി വഹിച്ച സ്ഥലമാണെന്നും ഒരു ഐതിഹ്യം. ആദിശങ്കരാചാര്യ തപസ്സത്തേക്ക് ദേവി ദർശനത്തിന് സാധ്യമായ സർവജ്ഞ പീഠത്തിൽ ഇവിടെ അതാണ് കുടജാദ്രി മലയുടെ ഏറ്റവും മുകളിൽ